നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആധാർ കാർഡ് രജിസ്ട്രേഷനിലെ ക്രമക്കേടുകൾക്കായി ഈ തവണയും ജാർഖണ്ഡിന്റെ അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷണത്തിലാണ്. ലോഹർദാഗ, സാഹിബ്ഗഞ്ച്, പാക്കൂർ, ഗർവാൽ, ലത്തേഹാർ തുടങ്ങിയ ജില്ലകളിലാണ് ആധാർ രജിസ്ട്രേഷനുകളുടെ എണ്ണം കണക്കാക്കിയ ജനസംഖ്യാ കണക്കുകളെ മറികടക്കുന്നത്. ഈ കണ്ടെത്തലുകൾ സാധ്യതയുള്ള നുഴഞ്ഞുകയറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ഭരണത്തിലെ കാര്യമായ വീഴ്ചകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ UIDAI കണക്കുകൾ പ്രകാരം നിരവധി ജില്ലകൾ അവരുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായി ആധാർ എൻറോൾമെന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപാകതകൾ വ്യവസ്ഥാപരമായ ക്രമക്കേടുകൾ നിർദ്ദേശിക്കുന്നു. ഐഡന്റിറ്റി സ്ഥിരീകരണ പ്രക്രിയകളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു. സമീപകാല അന്വേഷണങ്ങൾ ജാർഖണ്ഡിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിന്റെ സാമീപ്യം പങ്കിടുന്ന സാഹിബ്ഗഞ്ച്, പാക്കൂർ എന്നിവിടങ്ങളിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ ശല്യപ്പെടുത്തുന്ന രീതി വെളിപ്പെടുത്തുന്നു. ഇന്റലിജൻസ് ബ്യൂറോ, IB സംഘവും ആഭ്യന്തര ഇന്റലിജൻസ് വകുപ്പും ചേർന്ന് സാഹിബ്ഗഞ്ചിൽ 4 ദിവസത്തെ അന്വേഷണം ഡിസംബർ 15 മുതൽ 18 വരെ അടുത്തിടെ അവസാനിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശ് പൗരന്മാർ വ്യാജ മാർഗങ്ങളിലൂടെ ആധാർ കാർഡ് നേടിയതായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. മകന്റെ രേഖപ്പെടുത്തിയ പ്രായം പിതാവിനേക്കാൾ കൂടുതലായതുപോലെയുള്ള വ്യക്തമായ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ദുംകയിൽ 8 വ്യക്തികൾ ഒരേ മാതാവായ തൗഫുൾ ബീബിയെ സമാനമായ ജനന തീയതികളിൽ പട്ടികപ്പെടുത്തി. വ്യാജ ഐഡന്റിറ്റികൾ സ്ഥാപിക്കുന്നതിനായി ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് വ്യാജരേഖകളുടെ ഈ കേസുകൾ ഉയർത്തിക്കാട്ടുന്നത്. ജാർഖണ്ഡിൽ അതിർത്തി ജില്ലകളിൽ വോട്ടർ പട്ടിക, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ ചരിത്രമുണ്ട്. മുൻകാല അന്വേഷണങ്ങൾ ചില മേഖലകളിലെ വോട്ടർ രജിസ്ട്രേഷനിൽ 150% വർധനവ് കണ്ടെത്തി. ഇത് നുഴഞ്ഞുകയറ്റ സാധ്യതയെ സൂചിപ്പിക്കുന്നു. ജനന സർട്ടിഫിക്കറ്റ് വിതരണത്തിലും സമാനമായ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രദേശത്തെ ജനസംഖ്യാപരമായ ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. രാജ്മഹലിൽ നിന്നുള്ള മുൻ MLA അനന്ത് ഓജ ഈ കണ്ടെത്തലുകളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. നിയമസഭയിൽ പലതവണ പരാതി നൽകിയിട്ടും സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കാൻ വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ശാക്തീകരിക്കാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണിത്, ഓജ പറഞ്ഞു. പൗരത്വത്തിന്റെ തെളിവായി ആധാർ നിയമപരമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ഭയാനകമായ രജിസ്ട്രേഷൻ പൊരുത്തക്കേടുകൾ നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യത്തിന്റെ പരോക്ഷ തെളിവുകൾ നൽകുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിനും ആധാർ കാർഡുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ ഈ ക്രമക്കേടുകൾ സിസ്റ്റത്തിന്റെ സമഗ്രതയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നുഴഞ്ഞുകയറ്റ പ്രശ്നം അന്വേഷിക്കാൻ ജാർഖണ്ഡ് ഹൈക്കോടതി നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സമീപകാല രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ വർദ്ധിച്ചുവരുന്ന നുഴഞ്ഞുകയറ്റ ഭീഷണിയെ നേരിടാൻ കർശനമായ സ്ഥിരീകരണ പ്രക്രിയകളുടെയും സംസ്ഥാന കേന്ദ്ര അധികാരികൾ തമ്മിലുള്ള ഏകോപിത ശ്രമങ്ങളുടെയും അടിയന്തര ആവശ്യത്തിന് അടിവരയിടുന്നു. ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമ പരമ്പരകൾക്കിടയിലും ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞുകയറുന്നത് തുടരുകയാണ്. എന്നാൽ ജാഗരൂകരായിരിക്കുന്ന സുരക്ഷാ സേന ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാനുള്ള അവരുടെ ശ്രമം വിജയകരമായി പരാജയപ്പെടുത്തുന്നുമുണ്ട്. അയൽ രാജ്യത്തിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ തീവ്രശക്തികൾ പിഴുതെറിയുകയും അവരെ പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തതു മുതൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസമും ത്രിപുരയും വൻ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത്. ഇതിനായി ഭരണതലത്തിൽ ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഹിന്ദുക്കൾ ഒഴികെയുള്ള സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ സംസ്ഥാന നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും സർക്കാർ പഠിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.